നമസ്കാരം. നമ്മുടെ വീടിന്റെ ഇന്റീരിയറിലെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഏതാണത്? ഫർണിച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്റീരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒന്നാണ് ഫർണിച്ചർ. അതിൽ ഫർണിച്ചർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടും എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളായണി ജംഗ്ഷനിൽ തന്നെയുള്ള ലേ മാഗസിൻ. ഒരു 2-3 വർഷം മുമ്പ് ഇതിന്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടഡ് ഫർണിച്ചർ ഇവിടുന്ന് കിട്ടും എന്നുള്ളതാണ്. കാണാൻ പോകുന്ന ലേ മാഗസിനിലെ വിശേഷങ്ങളാണ്. 7 നിലകളിലായിട്ട് തല ഉയർത്തിപ്പിടിച്ച് നമ്മുടെ വെള്ളായണി ജംഗ്ഷനിൽ നിൽക്കുന്ന ലേ മാഗസിൻ. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടി പറയാം. നമ്മുടെ ട്രിവാൻഡ്രത്ത് വെള്ളായണി ജംഗ്ഷനിലാണ്. ആക്ച്വലി ഇതിൻ്റെ നമ്പർ അതുപോലെ ലൊക്കേഷൻ മാപ്പ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ഫർണിച്ചർ ഹബ്ബ്. ഇപ്പോൾ നമ്മുടെ മാർത്താണ്ഡം അതുപോലെ കന്യാകുമാരി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ ഈസി ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. പിന്നെ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് കാണേണ്ട ഒരു വിഭാഗം എൻ കസ്റ്റമർ. ഓഫ് കോഴ്സ് നമ്മൾ വീട് വയ്ക്കുന്ന ഒരാൾക്ക് എൻ കസ്റ്റമർക്ക് അവരുടെ വീടിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ വീട് ഡിസൈൻ അനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള പ്രൊഡക്റ്റുകളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അത് നോർമലി നമ്മുടെ കോണ്ടംപററി ഡിസൈൻസ്, കൂടാതെ ഇന്തോനേഷ്യൻ ഡിസൈൻസ്, അങ്ങനെ ധാരാളം ഡിസൈൻസ് അവൈലബിൾ ആണ്. കൂടാതെ മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ട്സ് ആണ്. നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഏറ്റവും അധികം നമ്മൾ ചൂസ് ചെയ്യുന്ന ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആണ്. ആർക്കിടെക്ചർ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ പെക്യൂലിയർ ആയിട്ടുള്ള ഡിസൈൻസ് അവർ ഡിസൈൻ ചെയ്യുന്നത്, അത് വളരെ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നുള്ളതാണ് ഈ ലേ മാഗസിൻ്റെ പ്രത്യേകത. അത് വന്ന് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. നിങ്ങളുടെ വീടിൻ്റെ ഫീച്ചേഴ്സ്, ഇപ്പോൾ ഓരോ വീടിനും ഓരോ ഫീച്ചേഴ്സ് ഉണ്ടാവും. ആ വീടിൻ്റെ ഫീച്ചറിന് അനുസൃതമായിട്ടുള്ള ഡിസൈൻസ് കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഇവരുടെ നമ്പറും കൂടാതെ ലൊക്കേഷൻ മാപ്പും ഉണ്ടാവും. വന്ന് തന്നെ പർച്ചേസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇമ്പോർട്ടഡ് ഫർണിച്ചർ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കസ്റ്റമൈസേഷനെ കുറിച്ച് ചോദിക്കുന്നവർക്ക് നമുക്കിവിടെ സോഫ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. എല്ലാത്തിലുമല്ല, അതേസമയം മേജർ ഏരിയ നമുക്ക് സോഫ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അത് കസ്റ്റമൈസ് ചെയ്ത സോഫ ഞാൻ മേളിൽ കാണിച്ചു തരാം. അങ്ങനെ കസ്റ്റമൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ഇപ്പോൾ ലെതർ, അതിൽ തന്നെ ഫാബ്രിക് ഉണ്ടാവും. പിന്നെ അതുപോലെ ഒരുപാട് മെറ്റീരിയൽസ്, അതിൻ്റെ കളേഴ്സ്, ഡിസൈൻസ് ഒക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ജസ്റ്റ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ മാത്രമാണ് കാണിച്ച്. ഏകദേശം 1000-ന് മുകളിൽ ഡിസൈൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോഫ ചെയ്യുമ്പോഴത്തേക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു സംവിധാനവും നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ പ്രൊഡക്റ്റ് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. എല്ലാം കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ നിങ്ങൾക്കറിയാം. ഇത് ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് എല്ലാത്തിനും കസ്റ്റമൈസേഷൻ സാധിച്ചേക്കില്ല. പക്ഷേ അതിൽ ചിലതാണ് കാണിച്ചത്. ഇപ്പോൾ സെൻറ്റർ ടേബിൾ, ഇതൊക്കെ സെൻറ്റർ ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് വരുന്ന പ്രൊഡക്റ്റാണ്. സോ അതിലൊന്നും കസ്റ്റമൈസേഷൻ അവൈലബിൾ അല്ല. ബട്ട് ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ സാധ്യമായിട്ടുള്ള ധാരാളം പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ച് സോഫയിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ഈ ഫ്ലോറിലും, ഇത് നെക്സ്റ്റ് ഫ്ലോറാണ്, ഇതിലും നമുക്ക്, ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഒരു സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിന് മാത്രം കളക്ഷൻസ് 7 നിലകളിലായിട്ട് 7 ഫ്ലോറുകളായിട്ട് കിടക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. നമ്മളൊരു കല്യാണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുള്ളൂ, ഒരു ദിവസത്തെ പണിയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 365 ദിവസം വീട് വയ്ക്കുന്നതിന് എടുക്കുന്നുവെങ്കിൽ അതിൽ ഒരു ദിവസം ഇങ്ങോട്ടായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വന്ന് കണ്ട് അത് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്ത് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് വരുന്നവർക്ക് നമുക്കിവിടെ എയർപോർട്ടിൽ ഇറങ്ങി ഈസി ആയിട്ട് ഇവിടെ എത്താൻ പറ്റുമെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഇന്തോനേഷ്യൻ ഫർണിച്ചറുകൾ. ആക്ച്വലി ഇതിന് ഇന്നും കൃത്യമായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു വൈഡ് കളക്ഷൻസ് തന്നെ ഇവിടെയുണ്ട്. എപ്പോഴും നമ്മൾ നോക്കുന്ന നമ്മുടെ വീടിൻ്റെ ഡിസൈൻ അനുസരിച്ച്, ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റ് വീട് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അയാൾ ഡിസൈൻ ചെയ്യുന്ന ആ വീടിൻ്റെ ഡിസൈൻ അനുസരിച്ച് എടുക്കാൻ പറ്റിയ ഫർണിച്ചറുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഇൻ്റർനാഷണൽ ഫർണിച്ചറുകൾ. കൂടാതെ ഇതുപോലെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ കോണ്ടംപററി ഡിസൈൻ പ്രിഫർ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഐറ്റംസ്, ഈ കാണുന്ന പോലുള്ള ഒരുപാട് സോഫാസ്. ഇനി അതല്ല, നമുക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊന്നാണ് ഡൈനിങ് ടേബിൾസ്. ഡൈനിങ് ടേബിൾസോട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ഡൈനിങ് ടേബിൾസ് വിത്ത് ചെയറിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അതും നമുക്ക് ഹാൻഡ് പിക്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻസ് മാത്രമാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഏതും നമുക്ക് എടുക്കാൻ പാകത്തിനുള്ള ഡിസൈൻസ് ഇവരിവിടെ സജഷൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതുവരെയുള്ള ഒരു അവസരത്തിൽ തോന്നിയിട്ടുണ്ട്. ഡൈനിങ് സെറ്റ് പറയുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ടത് ചെയേഴ്സാണ്. ചെയേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഈ കാണുന്ന രീതിയിൽ നമ്മൾ കർവി ഡിസൈൻസ് ഒക്കെ കൊടുക്കാൻ പാകത്തിനുള്ള ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആഷുഡി ചെയ്തിരിക്കുന്ന
സ്ട്രെയിറ്റഡ് ആയിട്ടുള്ള അഷുഡ് ചെയ്തിരിക്കുന്ന എന്താ പറയുക ചെയേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതിൻ്റെ ഒരു വൈഡ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ഇറ്റാൻഡി ലെതർ മാത്രം ചെയ്യുന്ന മിംഗ്ലറിൻ്റെ സ്റ്റുഡിയോയാണ്. ഈ ഫ്ലോറിൽ മിംഗ്ലർ മാത്രമേ ഉള്ളൂ. മിംഗ്ലറിൻ്റെ ഒരു വീഡിയോ നമ്മളൊരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെ ഒരു സ്റ്റുഡിയോ മോക്കപ്പിൽ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫുൾ ത്രോട്ടിലുള്ള ഡിസൈൻസ് കളക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ അറിയാൻ സാധിക്കും. എപ്പോഴും നമ്മൾ ഫർണിച്ചർ ഷോറൂംസാണ് കാണുക. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫർണിച്ചർ സ്റ്റുഡിയോ എന്നുള്ള രീതിയിലോട്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യുന്ന കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഓരോ പ്രൊഡക്റ്റ്, മിംഗ്ലറിൻ്റെതായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റ് ഒറിജിനൽ ഇറ്റാലിയൻ ലെതറിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 6th ഫ്ലോറിലാണ്. ഇവിടെ ഒരു ബെഡ്റൂം സെറ്റ് കൊടുത്തിരിക്കുന്നതാണ്. ഒന്നിലധികം ബെഡ്റൂം സെറ്റ്സ്. അതായത് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ വീടിൻ്റെ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് എത്രമാത്രം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് പ്രൊഡക്റ്റ് വേണോ അതെല്ലാം നമുക്കിവിടെ കിട്ടും എന്നുള്ളതാണ് ലേ മാഗസിൻ്റെ വലിയൊരു പ്രത്യേകത. ഇവിടെ നമ്മൾ ബെഡ്റൂം സെറ്റ് കാണിച്ചിരിക്കുന്നത് അത് നോർമലി ഉള്ള ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബെസ്റ്റ് മെറ്റീരിയൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഇവരിവിടെ സെല്ല് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 7 ഫ്ലോറുകളിലായിട്ടാണ് നമ്മുടെ ലേ മാഗസിനിലെ ഓരോ ഫർണിച്ചറും ഒരുക്കിയിരിക്കുന്നത്. ഇത് 7ാമത്തെ ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ മാർത്താണ്ഡം അതുപോലെ കന്യാകുമാരി ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കാൻ കഴിയും. വീണ്ടും പറയട്ടെ, എപ്പോഴും നിങ്ങൾക്ക് വളരെ പ്രീമിയം ആയിട്ടുള്ള ഫർണിച്ചറുകൾ, ആദ്യം പറഞ്ഞാൽ 30ലധികം രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ ഓരോ ഫർണിച്ചറും ഹാൻഡ് പിക്ഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഫർണിച്ചറുകൾ, അതായത് പ്രീമിയം സോഫകൾ, ആദ്യം മേളിൽ കണ്ട ബെഡ്റൂം സെറ്റ്, ഇനി അതല്ല ഡൈനിങ് ടേബിൾ, ആ ഡൈനിങ് ടേബിൾ സെറ്റ്, അതായത് നമുക്കൊരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുതന്നെ നമുക്ക് പല വെറൈറ്റി ഡിസൈൻസിൽ കിട്ടും എന്നുള്ളതാണ് ലേ മാഗസിനിലെ പ്രത്യേകത. എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് ചെയ്യുന്ന സമയത്തെ നമ്മൾ പലപ്പോഴും നമുക്ക് അടുത്തുള്ള കുറച്ച് കളക്ഷൻസ് കണ്ടതിന് ശേഷം മാത്രമാണ് ഏതൊരു പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾ പർച്ചേസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്നുള്ളതിലുപരി ഒരു പ്രൊഡക്റ്റിൻ്റെ അത് നമ്മുടെ വീട്ടിൽ ഫിറ്റ് ആവുന്ന ഏറ്റവും ക്വാളിറ്റി മെറ്റീരിയൽസ്, ഏറ്റവും ബ്യൂട്ടിഫുൾ മെറ്റീരിയൽസ് കണ്ടിരിക്കുക എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനൊരു പേഴ്സണൽ റെക്കമെൻഡേഷൻ എന്ന് പറയാനായിട്ടുള്ള റീസൺ. സ്ഥലം ഒന്നുകൂടെ പറയാം, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാണ്. എന്നാൽ പോലും നമ്മുടെ തിരുവനന്തപുരം വെള്ളായണി ജംഗ്ഷനിലാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആക്സസബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇവിടെ അടുത്താണ്. കൂടാതെ നമുക്ക് ദൂര സ്ഥലങ്ങൾ വന്ദേ ഭാരതിന് കയറി വന്നാൽ പോലും ഇവിടെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം. ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ്, നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കാം. നിങ്ങൾ ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് വന്ന് കണ്ടിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്നും പറയുന്നത് പോലെ, എപ്പോഴും പറയുന്ന പോലെ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതൊരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ.